പലപ്പോഴും ദൈവസന്നിധിയിൽ വരുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ ആഗ്രഹം ഭൗതിക നേട്ടങ്ങളാണ് ലക്ഷ്യം. അത് വിശ്വാസികളായാലും അഭിഷിക്തന്മാരായാലും ഒക്കെ പലപ്പോഴും സാമ്പത്തിക നേട്ടങ്ങളാണ് താല്പര്യം. ഏറെക്കുറെ തുല്യമായ ഒരു അനുഭവത്തിലായിരുന്നു ശിഷ്യന്മാരും. അതോട് കർത്താവ് പറയുന്നു, നിങ്ങൾ എന്നിൽ വിശ്വസിപ്പിൻ. നിങ്ങൾ ആദ്യം യേശുവിൽ വിശ്വസിക്കണം, പിന്നെ പിതാവിൽ വിശ്വസിക്കണം. വിശ്വാസം നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങളുടെ ഹൃദയം ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിക്കട്ടെ. സ്വാഭാവികമായും അപ്പോൾ നിങ്ങൾക്ക് ലൗകിക ചിന്തകളിൽ നിന്നുള്ള ഒരു മുക്തി ഉണ്ടാകും. പിന്നെ ദൈവികമായ കാഴ്ചപ്പാടുകൾ നിങ്ങൾക്കുണ്ടാകും. ശിഷ്യന്മാർ പൂർണ്ണമായും ദൈവത്തിൽ വിശ്വസിക്കാത്തവരാണ്. അനേകം ക്രിസ്ത്യാനികൾക്ക് വലിയ പാരമ്പര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ അപ്പുപ്പൻ്റെ കാലം മുതലേ ഞാൻ ദൈവവിശ്വാസിയാണെന്നൊക്കെ പറയും. പക്ഷേ ദൈവമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഞായറാഴ്ചത്തെ ഒരു ബന്ധം, ആലയത്തിൽ വരുന്നു, മടങ്ങിപ്പോകുന്നു. പിന്നെ തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ സ്വന്തം ഇഷ്ടം പോലെ ജീവിക്കുന്നു. ഇഷ്ടമുള്ളതെല്ലാം കഴിക്കുന്നു, ഇഷ്ടമുള്ളിടത്തെല്ലാം സഞ്ചരിക്കുന്നു. ദൈവവുമായി ബന്ധമില്ലാത്ത ആധുനിക ക്രൈസ്തവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നു. കർത്താവ് പറയുന്നു യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 2-ാം വാക്യത്തിൽ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ വിട്ട് മാറ്റപ്പെടുകയാണ്. ഞാൻ ഈ ഭൂമിയിൽ